കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള നാടാർ മഹാജന സംഘം KNMS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജെ ലോറൻസ് അവർകളുടെ സമുദായത്തോടുള്ള അഭ്യർത്ഥന ഇപ്രകാരമാണ്. ഞാൻ ഡോക്ടർ ജെ ലോറൻസ്, കേരള നാടാർ മഹാജന സംഘം സംസ്ഥാന പ്രസിഡന്റ്. നാടാർ സമുദായത്തിലെ ബഹുമാനീയരായ മുതിർന്നവരെ, സഹോദരി സഹോദരന്മാരെ, യുവാക്കളെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കേരള നാടാർ മഹാജന സംഘം KNMS കേരളത്തിലെ 45 ലക്ഷം നാടാർ ജനതയുടെ ശക്തിയും പ്രതീക്ഷയുമാണ്. തലമുറകളായി ഈ സംസ്ഥാനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമ്പത്തിക വളർച്ചയ്ക്ക് നമ്മുടെ സമൂഹം കഠിന അധ്വാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അംഗീകാരം, പ്രാതിനിധ്യം, നീതി എന്നിവ ഇപ്പോഴും നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. 2025 ഡിസംബർ 9, 13 വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിലപാട് സത്യസന്ധമായി വെളിപ്പെടുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. KNMS കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്, എല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും നിരവധി വേതനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ജനസംഖ്യ അനുസരിച്ച് നാടാർ വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിക്കണമെന്നും ദീർഘകാലമായി നിലനിൽക്കുന്ന സമുദായ പ്രശ്നങ്ങളിൽ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നാം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പാർട്ടികൾക്കുള്ളിലെ ആന്തരിക ഗ്രൂപ്പിസവും സ്വജനപക്ഷപാതവും നിമിത്തം നമ്മെ അകറ്റി നിർത്തി. നാടാർ സമുദായത്തിന്റെ തിരഞ്ഞെടുപ്പുകളിലെ നിർണായക സ്ഥാനം അവർ അവഗണിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ നാടാർ സമുദായത്തിന് രാഷ്ട്രീയ മുന്നണികൾ നൽകിയ മുൻഗണനാക്രമം ഇപ്രകാരമാണ്. അതായത് UDF 3ാം സ്ഥാനവും LDF 2ാം സ്ഥാനവും NDA ഏറ്റവും കൂടുതൽ നാടാർ സ്ഥാനാർത്ഥികളെ പരിഗണിച്ച് 1ാം സ്ഥാനവും നൽകി. നമ്മുടെ സമുദായ വികസന ആവശ്യങ്ങൾ സംബന്ധിച്ച് മുന്നണികൾ കൈക്കൊണ്ട നടപടികൾ ഇപ്രകാരമാണ്. LDF അയ്യ വൈകുണ്ഠസ്വാമി സ്മാരകത്തിനും സാംസ്കാരിക കേന്ദ്രത്തിനും 8 സെന്റ് ഭൂമി നൽകുമെന്ന് കാണിച്ചൊരു കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഭൂമി ഇപ്പോഴും കോടതി വ്യവഹാരത്തിലാണ്. അതിൽ വ്യക്തതയില്ല. NDA നൽകിയ ഉറപ്പുകളിൽ മുഖ്യമായവ ഇപ്രകാരമാണ്. അതായത് അയ്യ വൈകുണ്ഠസ്വാമി സ്മാരകത്തിനും വിദ്യാഭ്യാസ സമുച്ചയത്തിനും സമുദായ കേന്ദ്ര പദ്ധതി പ്രകാരം 20 കോടി വിഹിതവും അയ്യ വൈകുണ്ഠസ്വാമിയുടെ പേരിൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ, സ്റ്റാർട്ടപ്പ്, സ്വയം തൊഴിൽ പദ്ധതികളിൽ നാടാർ യുവതികൾക്കും യുവാക്കൾക്കും മുൻഗണന. UDF ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഒരു മുന്നണികൾക്കും അനുകൂലമായോ പ്രതികൂലമായോ പ്രചാരണം നടത്തുന്നില്ല. ഞാൻ നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ സത്യം അവതരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജസ്റ്റിസ് റിട്ടയർ ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട്, ജാതി സെൻസസ്, ഏകീകൃത സംവരണം, വിദ്യാഭ്യാസ സംവരണം തുടങ്ങിയ വിഷയങ്ങൾ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. നമ്മുടെ അന്തസ്സിനെ ബഹുമാനിക്കുന്ന, നമ്മുടെ ശബ്ദം കേൾക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രാഷ്ട്രീയ മുന്നണിയെ നമ്മൾ പിന്തുണയ്ക്കും. വോട്ടിനായി മാത്രം നമ്മെ ഉപയോഗിക്കുന്ന മുന്നണിയെ അല്ല. നമ്മൾ 45 ലക്ഷത്തിന് മുകളിലാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിയും നമ്മെ അവഗണിക്കാൻ കഴിയുകയില്ല. ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ അത് പാർട്ടി ചിഹ്നങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ അവകാശങ്ങൾക്കും നമ്മുടെ അന്തസ്സിനും നമ്മുടെ ഭാവിക്കും വേണ്ടിയാകട്ടെ. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും ഒരു സന്ദേശമാകണം. നമ്മെ അവഗണിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കണം. നാടാർ സമുദായത്തിന് ഒരു ഹൃദയം, ഒരു ശബ്ദം ആണെന്നറിയട്ടെ. സർവശക്തനായ ദൈവവും അയ്യ വൈകുണ്ഠനും
എല്ലാ നാടാർ കുടുംബത്തിനും സമൃദ്ധിയും സമാധാനവും പുരോഗതിയും നൽകി അനുഗ്രഹിക്കട്ടെ. നന്ദി. ജയ് ഹിന്ദ്. ജയ് KNMS.